ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അൽഹംദുലില്ലാ. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തതൊന്നുമല്ല. പക്ഷേ ഇന്ന് നമ്മൾ ഈ ഒരു ചെറിയ ചാനൽ 300 സബ്സ്ക്രൈബേഴ്സ് എന്ന ആ ഒരു ഹാപ്പിനെസ്സിലെത്തി നിൽക്കുമ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം തോന്നി. അതായത് ഒരു മാസം മുമ്പ് ആണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ചാനലിൽ 308 ആൾക്കാർ ഉണ്ട്. അതൊരു കുടുംബമായി മാറിയിട്ടുണ്ട്. ഇത് ചെറിയൊരു നമ്പറല്ല. ചില ആളുകളെ സംബന്ധിച്ച് ഇത് ചിലപ്പോൾ ചെറിയൊരു നമ്പർ ആയിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ കൂടിയ 300 വ്യക്തികളാണ്. ഈ തിരക്കേറിയ ജീവിതത്തിനിടയിലും എൻ്റെ വാക്കുകൾ കേൾക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ടല്ലോ, അതിന് വലിയൊരു താങ്ക്സ്. പലപ്പോഴും വീഡിയോസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് 2018 ഒരു ചാനൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളത്. അത് ഞാൻ ഫ്രണ്ട്സിനും ഫാമിലി സർക്കിളിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു ചാനലാണ്. പക്ഷെ പുതിയതായിട്ടാരും അതിലൊന്നും വരാത്തത് കൊണ്ട് തന്നെ അത് അത്ര റീച്ച് ഇല്ലാത്തതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ വീണ്ടും വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു, അതും അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ 2025 ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു, പാരൻറ്റിങ് കോച്ചൊക്കെ ആയതിനു ശേഷം. പക്ഷേ അതും പാരൻറ്റിങ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും ഞാൻ വിചാരിച്ച ആ ഒരു ലെവലിലേക്ക് ചെയ്യാൻ പറ്റിയില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. അതുപോലെ തന്നെ അതും ഫാമിലിയിലും പിന്നെ അറിയുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവിടെ സ്റ്റക്കായി, പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് റീച്ച് ആവാത്ത പോലെ തോന്നി. ഞാൻ അതും സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ നമ്മളെ ഉള്ളിൽ എന്തെങ്കിലും ഒരു അത്രയും തീവ്രമായിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അതിലേക്കുള്ള ഒരു ത്വര ഉണ്ടാവും പറയൂലേ, അതുപോലെയാണ് എനിക്ക് 2026 ആയപ്പോൾ വീണ്ടും ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യണം തോന്നി. കാരണം ഞാൻ 2025 വിചാരിച്ചിട്ടുള്ളത് ഇനി ഈ ഒരു വീഡിയോ ഒരുപാട് മദേഴ്സിനെ ഹെൽപ്പ് ചെയ്യണം, പാരൻസിനെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു 2026 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഇൻറ്റൻഷൻ വെച്ചിട്ടുള്ളത്, ഈ ഒരു എൻ്റെ വീഡിയോ കാണുന്ന ഒരാൾ ഒരു വീഡിയോ കണ്ടാൽ ഒരു പോയിൻ്റെങ്കിലും ആ വീഡിയോ ഒന്ന് യൂസ്ഫുൾ ആവണം, അങ്ങനെ ചിന്തിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അറിയണ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാതെ ഫുള്ളി ഞാൻ അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ടുള്ളൊരു ചാനലാണ്. അപ്പം അതുകൊണ്ട് തന്നെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഞാൻ ഫസ്റ്റ് സബ്സ്ക്രൈബറായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എൻ്റെ കൂടെ സെക്കൻഡും തേർഡും ഫോർത്തും ഫിഫ്ത്തും ഒക്കെ നിങ്ങൾ ഓരോരുത്തരാണ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത്. എന്നെ അറിയാത്ത, ഞാനറിയാത്ത, എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ കൂടിയ ഒരുപാട് ആളുകൾ. അപ്പോൾ അങ്ങനെ ആ താങ്ക്സ് പറയേണ്ടത് ഒന്നും എനിക്കറിയൂല. ഫസ്റ്റിലെ ചാനൽസൊക്കെ തന്നെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങുമ്പം വീട്ടിലെ കാര്യങ്ങളും പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾ എല്ലാം കൂടി നോക്കുന്നതിനിടയിൽ സമയം കണ്ടെത്താൻ ഭയങ്കര ഒരു ടാസ്ക്കായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല സങ്കടം വന്ന ദിവസങ്ങളും മടുത്തു പോയ നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ നിർത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു ചാനലിനെ സംബന്ധിച്ചിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഫീല് വരാനുള്ളൊരു ഇതുണ്ടായിട്ടേ ഇല്ല. കാരണം നിങ്ങൾ ഓരോരുത്തരെയും കമൻസ് എനിക്ക് വലിയൊരു സമാധാനമാണ് തന്നിട്ടുള്ളത്. ആ ഒരു സ്നേഹം എന്നും നിലനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ അടുത്ത് ഞാനിങ്ങനെ നമ്മളെ കമൻസൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അതിൽ കുറേ ടച്ചിങ് ആയിട്ടുള്ള കമൻസ് ഉണ്ട്. അതത്രയും വാല്യൂ ആവാൻ കാരണം നമ്മളെ അറിയാത്ത ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യണത്. നമ്മളെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ കമൻസ് തരുമ്പോൾ അത് അത്രയും വാല്യുബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ വെറുതെ കമൻസിലായിട്ട് യൂട്യൂബിലായിട്ട് ഉണ്ടാവേണ്ടതല്ല. അങ്ങനെ ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് ഒരു ജേണൽ പോലെ ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ ഓരോ കമൻസും കട്ട് ചെയ്തും ഒട്ടിക്കുമ്പോഴും ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇൻഷാ അല്ലാഹ് ഈ ചാനൽ ഗ്രോ ചെയ്ത് സക്സസ് ആയി നിൽക്കുമ്പോഴും ഈ ഒരു ഫസ്റ്റ് 1 മന്തിലുള്ള
നിങ്ങളുടെ ഓരോ കമൻസും ഈ ഒരു ഫസ്റ്റ് 1 മന്തിലുള്ള നിങ്ങളുടെ ഓരോ കമൻസും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനൊരു ചാനൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പം ഇൻഷാ അല്ലാ ഇതെനിക്ക് ഭയങ്കര പ്രീഷ്യസ് ആയിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് 1 മന്തിലെ സപ്പോർട്ടേഴ്സിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ പ്രിൻ്റ് എടുത്തിട്ട് ഒരു ജേർണലിങ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഒരുപാട് ജേർണൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു ജേർണലിങ്. ഇതിൻ്റെ ഒരു ഫീലിങ്സ് മാഷാ അല്ലാ അൽഹംദുലില്ലാ അത് വേറെ ലെവലായിരുന്നു. പിന്നെന്താ ഇതൊരു തുടക്കം മാത്രമാണ്. പാരൻറ്റിങ്ങിനെ കുറിച്ചും നമ്മളെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെക്കുറിച്ചും ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇൻഷാ അല്ലാ. ഇനി വരും ദിവസങ്ങളിലൊക്കെ കൂടുതൽ നല്ല കണ്ടന്റ് നിങ്ങൾക്ക് വേണ്ടി തരാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യും ഇൻഷാ അല്ലാ. പിന്നൊരു കാര്യം, കുട്ടികളെ വളർത്തുന്നതിനിടയിൽ നമ്മളെ തന്നെ മറന്നു പോകും. പാരൻസ് മറന്നു പോകും. പ്രത്യേകിച്ചും മദേഴ്സിൻ്റെ മെൻ്റൽ ഹെൽത്തൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് ആങ്സൈറ്റിയും ഡിപ്രഷനിലൂടെയും ഒക്കെ കടന്നു പോയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാനും. പോസ്റ്റ് പാർട്ടം ഡിപ്രഷനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ റിയൽ സ്ട്രഗിൾ എന്താണെന്നും അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നും ഒക്കെ ശരിക്കും ഫീൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. അന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതായത് ഇപ്പം നമുക്കൊരു പനി വന്നാൽ, ഒരു തലവേദന വന്നാൽ നമ്മളെ താങ്ങാനും തലോടാനും അത് കാണാനും ആൾക്കാർക്ക് കഴിയും. പക്ഷേ നമ്മളെ മനസ്സിനേൽക്കുന്ന മുറിവുണ്ടല്ലോ, മനസ്സിനേൽക്കുന്ന രോഗമുണ്ടല്ലോ, അത് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. ആർക്കും നമ്മളെ മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. അത് നമ്മൾ തന്നെ അനുഭവിച്ചിട്ട് ഒറ്റയ്ക്ക് അനുഭവിച്ചറിയേണ്ടി വരും. അപ്പോൾ ശരീരത്തിന് ഏൽക്കണ മുറിവുകൾക്കൊക്കെ താങ്ങാൻ ഒരുപാട് ആളുകളുണ്ടെങ്കിലും മനസ്സിനേൽക്കണ മുറിവ് താങ്ങാനും തലോടാനൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ആളുണ്ടാവാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ഹെൽപ്പ് ആവണം, എന്നെക്കൊണ്ട് കഴിയണ രീതിയിലെങ്കിലും എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ളത് ഇൻഷാ അല്ലാ. അപ്പോൾ മദേഴ്സിൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ഫോക്കസ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഇൻഷാ അല്ലാ ഉണ്ടാവും. പിന്നെ കുട്ടികളെ വളർത്തുന്നതിനിടയിൽ നമ്മളെ മറന്നു പോയതല്ലോ നമ്മളെ സെൽഫ് കെയറിനെ കുറിച്ചും അതുപോലെ സ്പിരിച്വൽ പാരൻറ്റിങ്ങിനെ കുറിച്ചുള്ള വീഡിയോസും ഒക്കെ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും താഴെ കമൻ്റായിട്ട് പറയണം. ഞാനിപ്പം ആകെ ടോട്ടലി 12 വീഡിയോസാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ 2-3 വീഡിയോസ് കഴിഞ്ഞ ശേഷം തന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാതെ എൻ്റെ റീച്ച് ആയിട്ടുള്ള വീഡിയോ ആണ് റംസാനിലെ റൂട്ടീനൊക്കെ സെറ്റ് ആക്കുന്നത്. അതിലെനിക്ക് തോന്നുന്നത് 9K വ്യൂ ആയിട്ടുണ്ട്. അതിലൂടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനും ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പോലെ ഈ ഒരു കമൻസൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണേ. ഇൻഷാ അല്ലാ ഒരുപാട് ദീർഘിപ്പിക്കണില്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും, എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിരുന്നവർക്കും കേട്ടിരുന്നവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. ഇൻഷാ അല്ലാ നമ്മൾ ഇനിയും വലിയൊരു കുടുംബമായിട്ട് വളരുന്നു എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും ഇന്നും ഒപ്പം ഉണ്ടാവണം. അടുത്ത നല്ലൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.